ഹലോ നമസ്കാരം, പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്തിനായിട്ട്? നമ്മുടെ മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിന്റെ സെക്കൻഡ് പാർട്ട്. അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ നോക്കാം. ഓക്കെ, താഴെയുള്ള അനീച്ചർക്ക് സിനിമയിൽ ഒരു കണ്ണുണ്ട്. സംവിധായകൻ ജിത്തു ജോസഫിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഇതില് ജോർജ് കുട്ടി ഇല്ലാത്ത സമയത്ത് ക്ഷണിക്കപ്പെടാത്ത മറ്റൊരു അതിഥി വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കളിക്കാരി ഞാനും കൂടെ അദ്ദേഹം നമ്മൾ ആലപ്പുഴ ജിംഖാനയിലെ കൊണ്ടുവരുമോ കൊലയാ ഉടനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് അവിടെ കിടന്ന് ചീത്തയാവും. എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നത്? ഒരു സെറ്റ് കൊലയാളികള്, ഒരു ശവം. നമ്മുടെ ഈ അവസ്ഥയൊക്കെ മനസ്സിലാക്കി നമ്മളെ സഹായിക്കാൻ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? വേറെ ആൾക്കാരുണ്ട് അവന്റെ ലിസ്റ്റിൽ. എന്റെ ദൈവമേ, ഒരു വണ്ടി നിറച്ച ആളുകളാണ് ഈ പടത്തിന് ധ്യാനത്തിന് പോണത്. രണ്ടമ്മമാര് ഒരേ ചായയുള്ള രണ്ടു മക്കളോ? അതെ, അങ്ങനെയൊക്കെ പറ്റുമോ? എന്റെ അച്ഛനും പറ്റും. ഇവനീ പറഞ്ഞതിൽ എന്തേലും കള്ളത്തരം ഉണ്ടെങ്കിൽ അവനിപ്പോ തിരിഞ്ഞു നോക്കും. അവൻ നല്ല എ ക്ലാസ് ഉടായിപ്പാ സാറേ. നാട്ടുകാരെ പറ്റിച്ചാ പോരെ, ദ്രോഹിക്കണ്ടല്ലോ. വേണം. ഇതൊക്കെ വലിയ റിസ്കാ. ഏയ് അതൊക്കെ തുടക്കത്തിൽ തോന്നാ, ഇന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ത്രില്ല. ഇതെങ്ങാനും പുറത്തിറങ്ങാലുണ്ടല്ലോ കുടുംബത്തോടെ തോന്നും. നീ പോടാ, വഴി നോക്കാം. എന്തെങ്കിലും ഹെൽപ്പ് വേണോ അങ്കിൾ? എന്തൊരു സിമ്പിൾ ആണ് ഈ ഫാമിലി. ആഹാ, അർപ്പുതം. പാട്ടുള്ള കുറച്ചുകൂടെ പൈസ ഇറക്കിയിട്ടുണ്ട്. എല്ലാം കാണാം. ഫാമിലി അകത്ത് പോണ വല്ലതും ആണോ? മിക്കവാറും. അയ്യേ, ആ ജോർജ് കുട്ടിനെ ഒന്നാം കൊണ്ടുവരാൻ പറ്റുമോ? ഫാമിലി മൊത്തം അകത്ത് പോയിക്കോട്ടെ, അവറ്റകളൊക്കെ ഉണ്ടല്ലോ ഉപദ്രവം. കണ്ടു വെച്ചിട്ട് സുരാജ് വിഷയം അല്ലെ ഇലക്ട്രിക് സ്കൂട്ടർ എൻട്രി ചെയ്യുക. പിന്നെ ആദ്യം അവസാനം ദൃശ്യമായിട്ട് പറഞ്ഞ അതുപോലെയാണ് കഥ ഉണ്ടെന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ട് പറഞ്ഞിട്ട് റെഫറൻസ് ആയിരിക്കും അല്ലേ? അങ്ങനത്തെ ദൃശ്യത്തിൽ പറഞ്ഞ അതുപോലത്തെ കഥയുണ്ടല്ലോ, അതിഥി അതേപോലത്തെ ഒരു കോമഡി കഥ ഇവരെ ലൈഫിൽ വരുമായിരിക്കും. എല്ലാം കൊള്ളാം. ജഗദീഷ് എല്ലാരും ഒരു പവർ പാക്കഡ് ആയിട്ടാണ് നിന്നത്. പിന്നെ വിനയ് ഫോർട്ട് ഉണ്ട്, അടിപൊളിയായിരിക്കും. മറ്റേ ഭരതനാട്യത്തിനായിട്ട് കുറച്ചും കൂടെ കാസ്റ്റ് വൈസ് ഒക്കെ വലിയ ഇതായി. പക്ഷെ ഞാൻ OTT കണ്ടപ്പോഴാണ് എനിക്ക് എന്തായാലും നൈസ് പടമായിരിക്കും. സുരാജ് ഇപ്പൊ വന്ന് ഇതാവുകയാണ്. ഇതൊരു ഡാർക്ക് കോമഡി എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് ഡാർക്ക് കോമഡി? എന്താണ് ബ്ലാക്ക് ഹ്യൂമർ എന്ന് വെച്ചാൽ ഡാർക്ക് കോമഡി എന്ന് വെച്ചാൽ ഇപ്പം ഒരാളുടെ വിഷമത്തിനെ നമ്മൾ കോമഡി ആക്കി കാണിക്കുന്നു, അതിനെ ഡാർക്ക് ഹ്യൂമർ എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കയ്യില്ലാത്ത ഒരുത്തിന്റെ അടുത്ത് ഓർഡർ ചെയ്യുക കളിക്കാൻ പറയുന്നത്, അതൊരു ബ്ലാക്ക് ഹ്യൂമറാണ്, ഡാർക്ക് കോമഡിയാണ്. അങ്ങനത്തെ ഒരു സംഭവം. മറ്റേ ഇത് ഉദയനന്ദ അല്ല, മറ്റേ സരോജ് കുമാർ, അതില് മറ്റേ സരോജ് കുമാർ ഒരു ബ്ലാക്ക് ഹ്യൂമർ പറഞ്ഞ ഡയലോഗാണ്. അതിനാണ് സരോജ് കുമാർ കളിയാക്കിയത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ട്രെയിലർ ഒറ്റവാക്കി പറഞ്ഞ ട്രെയിലർ ഇറങ്ങുന്നു. അപ്പൊ പടം നൈസായിരിക്കും. ഭരതനാട്യത്തെ ഭരതനാട്യത്തെക്കാളും അടിപൊളിയായിരിക്കും മോഹിനിയാട്ടം എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ബ്ലാക്ക് ഹ്യൂമറിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ മറ്റേ മൂകനുണ്ണി അസോസിയേഷൻ ഇല്ലേ, അതാണ് മലയാള സിനിമയിലത്തെ ഏറ്റവും നല്ലൊരു ഫുള്ള് നെഗറ്റീവ് ആണ് പാമ്പിനായിട്ട് ഘടിപ്പിക്കുന്നത്. പക്ഷെ കാണിച്ചേക്കണ കോമഡി ആയിട്ടാണ്. മറ്റേ പിള്ളേരെ അതൊക്കെ കാണിച്ചേക്കണ കോമഡി ആയിട്ടാണ്. അതാണ് ബ്ലാക്ക് ഹ്യൂമർ. അപ്പൊ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പൊ ഭരതനാട്യത്തിന്റെ വിശേഷങ്ങളുമായി എന്തൊരു പുതിയ വിശേഷങ്ങൾ എന്തോ വിശേഷമായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെ അണ്ടിൽ ദെൻ ലൈൻ കട്ട്.